ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു നിർത്തിയെടുത്തൊന്നും നമുക്ക് ഇതേ തുടങ്ങാമേ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ താലികെട്ടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇവർ പ്രദക്ഷിണം വെക്കും. പക്ഷെ അതിൽ കൈ പിടിക്കുന്ന രീതിയിൽ ഒരു വ്യത്യാസമുണ്ട്. അത് ഈ വീഡിയോയിൽ കാണുന്ന കണക്ക്. അത് കഴിഞ്ഞ് രണ്ടുപേരുടെ കൈ ഇങ്ങനെ കോർത്ത് പിടിക്കും. പെണ്ണിന്റെ ആങ്ങള ഇതുപോലെ വന്നിട്ട് മലര് കയ്യിൽ ഇട്ട് കൊടുക്കും. അത് എന്നിട്ട് ഹോമകുണ്ടത്തിൽ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അവർ പ്രദക്ഷിണം വെക്കണം. ഈ ഒരു കാര്യം 3 വട്ടം റിപ്പീറ്റ് ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്ക് അനിയനും അളിയനും കെട്ടിപ്പിടുത്തമായി, പെങ്ങൾ ആങ്ങളയുടെ കാലിൽ തൊട്ടുതൊഴിലായി. ഇതൊക്കെ കൊള്ളായിരുന്നു. പക്ഷെ ഈ ഒരു ചടങ്ങാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒരു മഞ്ഞ കളറിലെ 7 ജമന്തി പൂ നിരയായിട്ട് നേരെ വെക്കുവേ. അതിൽ എന്നിട്ട് പെണ്ണിന്റെ വലത്തെ കാല് വെച്ചിട്ട് 2 വിരലുകൾ ഉണ്ടല്ലോ, ആദ്യത്തെ അത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് മുന്നോട്ട് നടക്കണം. എന്നും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ചടങ്ങ്. അത് കഴിഞ്ഞ് രണ്ടുപേരുടെ മേലോട്ട് കൈ ചൂണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞും റിച്വൽസ് ഒന്നും തീർന്നിട്ടില്ല. ഹോമകുണ്ടത്തിന്റെ അവിടെ വീണ്ടും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർ അമ്പലത്തിന്റെ ഒക്കെ അവിടെ പോയി അവർ അങ്ങനെ കല്യാണ ചടങ്ങ് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ നേരെ ഓടിയത് ഫുഡ് ഉള്ളിടത്തോട്ടാണ്. പക്ഷേ 11:30 ആയിട്ട് അവിടെ ഫുഡ് ആയിട്ടില്ല. അവിടുത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഉച്ചയ്ക്ക് 12-12:30 കൂടിയാണ് ലഞ്ച് ആവുന്നത്. ഞാൻ ആദ്യം ചെന്നപ്പോൾ വിചാരിച്ചു അത് ഇന്റിമേറ്റ് വെഡിങ് ആയിരിക്കും. അവരുടെ റിലേറ്റീവ്സ് അല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഒരു 12-12:30 ആയപ്പം ഫുൾ ആകെ മൊത്തം തേനീച്ചക്കുട്ടി കല്ലെറിഞ്ഞ പോലെ ആൾക്കാരായി കേട്ടോ. അതുകൊണ്ട് അവിടെ ഉച്ചയ്ക്ക് ഒരു 12:30 ആകുമ്പോൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് എന്റെ UG മേറ്റ്സ് ഒക്കെ വന്നു. പിന്നെ ഫുഡൊക്കെ മാറ്റി വെച്ച് അവരുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഫോട്ടോസ് ഒക്കെ എടുത്ത് സ്റ്റേജിൽ കയറി അവനുമായിട്ട് ഫോട്ടോ എടുത്ത് പിന്നെ നേരെ ഫുഡ് അടിക്കാൻ പോയി. വിശന്നിട്ട് വയ്യായിരുന്നു. അതിന്റെ വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. പിന്നെ ഈ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ബൈ.